പ്രിയമുള്ള സുഹൃത്തുക്കൾ, സമകാലീനത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ പ്രിയമുള്ള സുഹൃത്തുക്കൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അതിൻ്റെ രീതി മാറാൻ വേണ്ടി പോവുകയാണ്. 2025 മുതൽ ഒരു പക്ഷേ ഇന്ന് കാണുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പല്ല ഇനി നടക്കാനിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കാണ് ഇനി മാറാനിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന അതല്ലെങ്കിൽ ഭരണത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ എതിർക്കുന്നവർ പറയുന്ന കാര്യം എന്താണ്? അതല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ഇപ്പോൾ അഭിപ്രായം ക്ഷണിച്ചിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ ഇതിന്റെ പരസ്യം നിലവിൽ വന്നിട്ടുണ്ട്. നിലവിലെ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് അഭിപ്രായം അറിയിക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. ജനുവരി 15-നകം അഭിപ്രായം അറിയിക്കണമെന്നും പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ ഒറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിക്ക് കൈമാറും. നിയമ മന്ത്രാലയം നിയമിച്ച ഉന്നതതല സമിതിയുടെ സെക്രട്ടറിയുടെ പേരിലാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്ന സമയത്തും കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ല. എന്നാൽ 2029 തെരഞ്ഞെടുപ്പ് ലോക്സഭ, നിയമസഭ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനാണ് നീക്കം. ഇത് സംബന്ധിച്ച് 10 ദിവസത്തിനകം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷനായ 8-അംഗ സമിതിയാണ് ഈ നിർദ്ദേശം പരിഗണിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരുമിച്ച് നടക്കുന്ന പുതിയ നീക്കം വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ മെറിറ്റുകൾ അതല്ലെങ്കിൽ ഇതിന്റെ ഡിമെറിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി എതിർക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഭരണഘടനയിലും മറ്റു നിയമകാര്യങ്ങളിലും ഒട്ടേറെ തിരുത്തലുകൾ വരുത്തേണ്ടി വരും. അതായത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ അതല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളൊക്കെ അടിമുടി മാറ്റേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. രണ്ടാമതായി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി ബാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതൊന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകൾക്ക് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അതായത് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആ ഗ്രാമപഞ്ചായത്തിന്റെ വികസനവും അതിലെ ചില കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നിയമസഭയിലേക്കും അതോടൊപ്പം തന്നെ ലോക്സഭയിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ പ്രശ്നമാണ്. ഇനി ഒരൊറ്റ തെരഞ്ഞെടുപ്പായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രാദേശികമായ വാദങ്ങളോ അതല്ലെങ്കിൽ പ്രശ്നങ്ങളോ എവിടെയും കാണാതെ പോവുകയും മറ്റുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ ഒരു ആക്ഷേപം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കൂടുന്ന സമയത്താണ് ഭരണത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെ വിലയിരുത്താൻ ജനങ്ങൾക്ക് ഒരു 2.5 വർഷം അതല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്താൻ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായിട്ടും കാരണമാകാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ വലിയ പരാജയം ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് താനിരിക്കുന്ന കസേര നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ഒരു ചിന്ത വരാൻ ഇത് ഉപകരിക്കാറുണ്ട്. നാലാമത്തെ കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം കൂടുമ്പോൾ ഒരു സമയം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ഈ ഒരു സമയത്ത് ഒരു പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ടാക്കുക, അതല്ലെങ്കിൽ PR ടീമിനെ ഏൽപ്പിച്ച് PR ടീം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം ഒരു 6 മാസം പണിയെടുത്താൽ തദ്ദേശ ഭരണം മുതൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് ഡിസൈൻ ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇതിന്റെ നേട്ടമായി പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തേത് ചെലവ് കുറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്തും ഉണ്ടാകുന്ന വലിയ അളവിലുള്ള ചെലവ് ഇതിലൂടെ കുറക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ സേനകൾക്കും ഉണ്ടാകുന്ന അമിതമായ ജോലിഭാരം ഇത് കുറക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പലതവണ ഇവർ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കുചേരേണ്ടി വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം നടപ്പാക്കുന്ന സമയത്ത് സർക്കാരിന് ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് കുറേയേറെ സമയം അതിന്റെ പ്രചരണത്തിനായി സർക്കാർ നീക്കിവെക്കേണ്ടി വരും. ഇത് നയങ്ങൾ നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇത് ജനവിരുദ്ധ നയങ്ങളാണ് എങ്കിൽ അത് തിരുത്തപ്പെടാനും ഇത്തരം വിധികൾ സ്വാഭാവികമായിട്ടും അത് ഉപകരിക്കും. കൃത്യമായ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ ഈയിടെ കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തി.
മഞ്ഞക്കുറ്റികൾ നാട്ടി ജനങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇത്തരം മഞ്ഞക്കുറ്റികൾ നാട്ടുന്ന സമയത്ത് കരയുന്നവന്റെ കണ്ണുനീർ പോലും കാണാൻ സാധിക്കാതെ സർക്കാർ മാറി നിന്ന് ഈ പദ്ധതി നടപ്പാക്കുമെന്ന വാശിയിൽ പോകുമ്പോഴാണ് രണ്ട് തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി അതല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം UDF ലഭിക്കുന്നത്. പിന്നീട് കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നയങ്ങൾ ജനവിരുദ്ധമാണ് എങ്കിൽ തിരുത്തപ്പെടാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത. എന്നാൽ അത് നയങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ അതല്ലെങ്കിൽ അത് നീക്കിവെക്കാൻ ഒരു കാരണം കൂടിയാകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഒരു കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സർക്കാരിന്റെ സമയം വേസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിന്റെ ഗുണങ്ങളിൽ പറയുന്നുണ്ട്. നാലാമത്തേത് കൂടുതൽ ആളുകളെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ പോയി പങ്കാളിയാവേണ്ട ആവശ്യമില്ല. 5 വർഷം കൂടുന്ന സമയത്ത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു പദ്ധതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പറ്റുന്ന ആളുകൾ 15 ദിവസത്തിനകം, അതായത് 2024 ജനുവരി മാസം 15-നകം അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.